സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞിരിക്കുക? ഞാൻ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ പ്രാതിനിധ്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. സ്ത്രീ കഥയുടെ ടേണിംഗ് പോയിന്റിൽ വലിയ ഘടകമാണ്. അത്തരത്തിലുള്ള സിനിമകളും വേണം, ആവശ്യമാണ്. ഇവൻ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഥ എന്നുള്ളത്. അവര് ഫ്രഷ് ആയിട്ട് വന്ന് കാണുമ്പോ ഇത് ഇവന്റെ എന്ന് അറിഞ്ഞാൽ അവൻ പഞ്ചായത്ത് വിട്ടു പോകും. അതുപോലത്തെ കഥയാണ്. എത്ര ആൾക്കാർ സിനിമ കണ്ട് ഞാൻ നന്നായി പുറത്തു പോയി ജോലി ചെയ്ത് കുടുംബം നോക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് എത്ര ആൾക്കാരങ്ങനെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആരും അതിനെ പറ്റി പറയുന്നില്ല. ഇന്ത്യക്ക് ഇടയിൽ നിന്ന് പെട്ടത് അന്നാണ് എന്റെ തലയിൽ ഏതോ ഞെരമ്പിൽ കൂടെ ഒക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. നീ തന്നെ ഇവിടുത്തെ രാജാവ്. സിനിമ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ കഥാപാത്രങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ട പോലെ ഒരു വീരസാഹസിക കൃത്യമൊന്നും അല്ല ഇവരുടെ കൂട്ടുകാരെ ചെയ്തേക്കുന്നത്. ട്രെയിലർ കണ്ടാലുള്ള സംഭവങ്ങൾ ചെറുങ്ങനെ മനസ്സിലായി കാണുമല്ലോ. അത്ര വീരസാഹസികതകളില്ല. അവന്മാര് ചിലപ്പോ പഞ്ചായത്ത് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവൻ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഥ എന്നുള്ളത്. അവര് ഫ്രഷ് ആയിട്ട് വന്ന് കാണുമ്പോ ഇത് ഇവന്റെ എന്ന് അറിഞ്ഞാൽ അവൻ പഞ്ചായത്ത് വിട്ടു പോകും. അതുപോലത്തെ കഥയാണ്. സിറ്റുവേഷനിലായിട്ടുള്ള ചെറിയ ചെറിയ നർമ്മ മുഹൂർത്തങ്ങളൊക്കെയുള്ള അത്യാവശ്യം പുതിയ ജനറേഷനിലുള്ളതും പിള്ളേർക്കും അല്ലെങ്കിൽ ഫാമിലിയിലെ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ സിനിമ. ലിറ്ററലി ചെറിയ സിനിമയാണ്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് തിരിച്ച മുഖത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന എന്നാൽ ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്ന പുതിയ ആൾക്കാർ പലപ്പോഴും വളരെ ഈസിയായി സില്ലിയായി ഇതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കാണുന്ന ചില കാര്യങ്ങൾ ചെന്നൊരു പ്രശ്നത്തിലേക്ക് വീണാൽ അതിന് എന്തുമാത്രം ഗൗരവമുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഒരു ഒറ്റ രാത്രി നടക്കുന്നൊരു സംഭവമാണ്, റിയൽ ഇൻസിഡന്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ബാച്ചിലർ പാർട്ടി, അവിടെ നടക്കുന്ന ഫൺ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന വരെ നമ്മൾ ചെയ്യുന്ന എല്ലാം ഭയങ്കര ഫണ്ണായിരിക്കും. ആ രാത്രി സേഫായി പോയി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പം ആ ഫണ്ണൊക്കെ അവിടെ നിന്ന് മാറും. അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്റ്റിയുടെ ബാച്ചിലേഴ്സ് പാർട്ടി. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കാണും എന്നെല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഇതിലെ പോലീസ് സ്റ്റേഷൻ സീക്വൻസുകളെല്ലാം. അപ്പൊ അത് ഇങ്ങനെ റിലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഒരു ടെൻഷനും ഇല്ല. സത്യം പറയാം, ഈ പടം വിജയിച്ചിരിക്കും എന്നാണ് എന്റെ കോൺഫിഡൻസ്. നല്ല വിശ്വാസമുണ്ട്. ഹ്യൂമർ എലമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ട്രെയിലർ കണ്ടപ്പോഴും ഒരു ഫീല് കിട്ടി. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ശ്രീനിച്ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും എന്തായിരുന്നു റിയാക്ഷൻ? അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഈ സംഭവം അതേപടി, ഈ നടന്ന സംഭവം, ആ രാത്രിയിൽ നടന്ന ആ സംഭവം അതേപടി പറയുക ചെയ്ത്. അപ്പൊ പുള്ളി അതിനെ ഒരു എന്താ പറയുക, ഇതിങ്ങനെ സിനിമയായി വരും ഒക്കെ, ഇത് സിനിമയായി വന്നാൽ രസം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മള്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതില് എന്റെ അച്ഛനായിട്ടാണ് അപ്പൊ അച്ഛൻ അഭിനയിച്ചിരിക്കുന്നത്, അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു വേഷം ഉണ്ടെന്ന് ചോദിച്ചാൽ പുള്ളി സന്തോഷത്തോടെ വന്ന് ചെയ്തു തന്നു. ധർമ്മേട്ടനെ വെച്ചിട്ടാണ്, ഇവരുടെ കോമ്പിനേഷനാണ് ഞാൻ ആദ്യം പിടിക്കാന്ന് വെച്ചത്, ഈ പോലീസുകാരുടെ. അപ്പൊ എനിക്ക് ഇവരെ ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റേജ് ഷോസും അല്ലെങ്കിൽ ഇവരുടെ പടായി ബംഗ്ലാവിലെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചപ്പോ ഇവർ ഓൺ സ്ക്രീൻ വരുമ്പോൾ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പിന്നെയാണ് രമേശ് ചേട്ടനും അജു ഒരു കോംബോ വരുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവര് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഓൺ സ്ക്രീൻ ചില ആൾക്കാരുടെ ഒരു കെമിസ്ട്രി ഉണ്ടാവില്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വരണം. ഇതിൽ ഏതെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാലും ഇതൊന്നും കറക്റ്റ് വന്നില്ലെങ്കിലും നമ്മൾ വിചാരിച്ച പോലൊന്നും പരിപാടി വർക്കാവില്ല. ജീവ ആയിക്കോട്ടെ, ദിവ്യനായിക്കോട്ടെ, എനിക്ക് ഈ പറയുന്ന ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതും എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ജീവ ചെയ്ത റോൾ ആയിക്കോട്ടെ, ദിവ്യൻ ചെയ്തതായിക്കോട്ടെ, ഇവരെയൊക്കെ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഇവരെയൊക്കെ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ജീവയുടെ ഷോസും അല്ല ആങ്കർ ചെയ്തതും അല്ലെങ്കിൽ ജീവയുടെ യൂട്യൂബ് ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം ആ രീതിയിൽ എനിക്ക് എനിക്ക് എൻ്റെ ഈ കൂട്ടുകാരനുമായിട്ട് എനിക്ക് അധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ദിവ്യനെ എനിക്ക് ഇതേപോലെ സിനിമക്കപ്പുറത്തൊരു പരിചയവും ബന്ധമുണ്ട്. ദിവ്യനാണ് ഈ പ്രൊജക്ട് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ദിവ്യനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് അളിയനിത് ചെയ്യുമോ, കാരണം പഴയ വിന്റേജ് മുകേഷ് ഏട്ടന്റെ ചില മാനറിസവും ഇതൊക്കെ അളിയന്റെ കയ്യിലുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് അളിയനിത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഇതൊക്കെ എല്ലാം ഒത്തു വന്നാലും മാത്രമേ ഒരു കംപ്ലീറ്റ് ഒരു സാധനം ഉണ്ടാവുള്ളൂ. എനിക്ക് ഇവന്റെ വീട്ടിൽ എന്റെ അച്ഛൻ, എന്റെ ചേട്ടൻ, ഇവർക്കൊക്കെ
എഴുത്ത് ഇവരുടെ കഥാപാത്രത്തെ എഴുതുന്നതിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇവർക്ക് എഴുത്ത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഇവർ ചെയ്ത എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടില്ല എങ്കിലും എനിക്ക് എഴുത്തിലാണ്, ഇവര് അഭിനയത്തിൽ കുറച്ചുകൂടെ കംഫർട്ട് നോക്കുന്ന ഒരാളാണ്, ഇവൻ അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എഴുത്ത് കുറച്ച് അധ്വാനിച്ച് എഴുതുകയും ഇവൻ അറിയാവുന്ന കഥയായതിൻ്റെ ഒരു വലിയ സൗകര്യമുണ്ട്. ഇവനതിനകത്ത് ആ കഥയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കേട്ടപ്പോൾ നല്ല രസം തോന്നി, നന്നായിട്ട് തോന്നി. ഞാൻ ശ്രീനേറിന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ ഇതാണ്. അതെന്റെ ഒരു വലിയ സന്തോഷമായിരുന്നു. അവരാരും വന്നില്ല വിളിച്ചിട്ട്. ഇവിടെ കുറവാണല്ലോ. സ്ത്രീ പ്രാതിനിധ്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. സ്ത്രീ കഥയുടെ ടേണിംഗ് പോയിന്റിൽ വലിയ ഘടകമാണ്. അല്ല ഇവിടെ ഇല്ലാന്ന് ഇവിടെ കാണാറില്ലെന്ന് വെച്ചപ്പോൾ ഇവിടെ ആരും വരാൻ പലരും തൻവീടെ ചേട്ടന്റെ കല്യാണമാണ്, സുരഭി സീരിയലിന്റെ ഷൂട്ടിലാണ്. അപ്പൊ അങ്ങനെ വീണ അതിന്റെ കൃത്യ തിരക്കിലാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ വലിയ വിമോചകനായതുകൊണ്ടൊന്നുമില്ല, അവനൊക്കെ നോക്കിയിട്ട് അവന് ഒരു തൃപ്തി വരുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ അവനൊരു സ്ത്രീ വിമോചകനായിട്ട് ഇവിടെ സ്ത്രീ അതൊന്നും അല്ല, അവൻ നോക്കിയപ്പോ ഒരു സുഖമില്ല. അതാണ് അവൻ ചോദിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കും അറിയാം. അല്ലാതെ ഈ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ ചോദിച്ചാൽ അത്രയില്ല. നോക്കിയിട്ടാണൊരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളുടെ കാലഘട്ടമാണ്. അപ്പം അതിന്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ധ്യാൻചേട്ടന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്. അപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞ സെമി എനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് അങ്ങനെ വിചാരിച്ചു ഇല്ല. പ്രോഗ്രാംസ് പോലല്ല, കുറച്ച് ഫുൾ ടൈം ഒരു കോമഡി എനർജി, പിന്നെ ദിവ്യനുമായിട്ട് അല്ലേ നല്ല രസമാണ്. നേരത്തെ ധ്യാൻചേട്ടൻ പറഞ്ഞ പോലെ ഒരു വിന്റേജ് മുകേഷ് ഡേയ് എന്നൊക്കെ വിളിക്കുന്ന ഒരു വിന്റേജ് മുകേഷ് ഏട്ടൻ. ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കുറച്ച് മുമ്പേ ഒരു പോസ്റ്റ് വന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ. കാരണം ഒരു കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും വയലൻസ് ഉള്ള ചിത്രങ്ങൾ, ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കൂടി വരുന്നുണ്ട്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറയുന്നത് അവിടുത്തെ ഹ്യൂമറുള്ള ഫാമിലി ഓറിയന്റഡ് ചിത്രങ്ങളല്ലേ ഇച്ചിരൂടെ തിയേറ്ററിൽ ഓടേണ്ടത്? എടാ അത് ഇത് എങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. ഇപ്പൊ നമ്മൾ ഇത് സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല. ഇത് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ്, ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിന് അനുസരിച്ചിരിക്കും. മനസ്സിലായില്ലേ? അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ ഇതനുസരിച്ചിരിക്കും. ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെന്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാർ, അപ്പൊ എല്ലാ സാധനം ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലല്ല, എനിക്ക് അങ്ങനെ ഒരു ബാച്ചിലർ പാർട്ടി ഇല്ലായിരുന്നു. കാരണം അതിന്റെ ഒരു ഡെയിലി പാർട്ടി ഉള്ളവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ദിവസമായിട്ടൊരു ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞൊരു ഇല്ല. അത്തരത്തിലുള്ള സിനിമകളും വേണം, ആവശ്യമാണ്. കാരണം കറക്റ്റായിട്ട് ജാൻ ലാസ്റ്റിൽ അതിജാതകം വരുന്നു, പിന്നെ റൊമാൻസ് വരുന്നു, ചിരി നമ്മളെവിടെയൊക്കെയോ മിസ്സായ സാധനങ്ങൾ. അപ്പൊ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ആ കേസേഹോവിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇൻ കേസ് ഓഫ് നല്ല ഗുഡ് ഹ്യൂമർ എന്നുള്ള രീതിയിൽ. എത്ര പേർ ശ്രദ്ധിച്ചു? ഇതൊന്നുമില്ല, ഇതൊക്കെ ഇവർ പേഴ്സണലായി എടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ സമയത്തെ മാനസിക നില എന്തായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തതെന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് കഥകൾ മെനഞ്ഞ് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തില്. അവിടെ ഇതിനെ എന്ത് രസമായിട്ട് കണ്ട് ചിരിച്ച് മറക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഇന്റർവ്യൂ അല്ല, അതൊരു ഇനം ഞങ്ങൾ പ്രസന്റ് ചെയ്തൊന്നുമല്ലോ. ഞാൻ പണ്ടൊക്കെ ഞാൻ ഇന്നലെ ധ്യാനെ വിളിച്ചു പറഞ്ഞു, ഞാന് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് നല്ലതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, TV ഷോ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ട് വരുന്നുണ്ട്, ഇന്റർവ്യൂ കണ്ടിരുന്നു നന്നായിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു. അതൊരു ഐറ്റം പോലെയായി. ഓരോ കാര്യം ഒരു ആവശ്യമില്ലാതെ ജഡ്ജ് ചെയ്യുന്ന കൊണ്ട് വളരെ നേരത്തെ ചേട്ടൻ പറഞ്ഞ വളരെ രസകരമായിട്ട് കണ്ട് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ പറഞ്ഞാൽ വല്ലാണ്ട് ചിന്തിച്ച് കാട് കയറുന്നുണ്ട്. പിന്നെ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിയാക്കലാണോ എന്ന് തോന്നും. ഈ പറഞ്ഞ പോലെ വയലൻസ് കുറച്ച് അധികം കഴിഞ്ഞാൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ്, എത്ര ആൾക്കാർ സിനിമ കണ്ട് നന്നായി പുറത്തു പോയി ജോലി ചെയ്ത് കുടുംബം നോക്കാന്ന് പറഞ്ഞ്
പോയിട്ടുണ്ടെന്ന് എത്ര ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ആരും അതിനെപ്പറ്റി പറയുന്നില്ല. ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അതേ പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല, അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി. അത് കഴിഞ്ഞ് പറയും ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നത് സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാട് കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എന്റെ തലയിലെ ഏതോ ഞെരമ്പിൽ കൂടെയൊക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. എന്റെ തട്ടമാണ് കിങ്. നീ എടുത്തോ, നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ഒരു സെഷൻ പോലെയാണല്ലോ. പിന്നെ നമ്മുടെ ഈ പറയുന്ന നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ. കാരണം എത്ര പേര് സിനിമയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? സിനിമയെ കുറിച്ച് നമുക്കൊരു 5-10 വാക്കിൽ തീരും. അല്ലെങ്കിൽ അതെല്ലാരും വന്നിട്ട് എന്താ പറയുന്നത്, സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റൂല, ഇതിൽ ഇത്രയും പറയാൻ പറ്റും, ഇങ്ങനെയല്ലേ പറയുള്ളൂ, ഇത് ഇങ്ങനെയാണ്. അപ്പൊ ബാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും. ബാക്കിയുള്ളത് വെറും ചിറ്റ്ചാറ്റ് പോലത്തെ കോൺവെർസേഷൻ ആണ്. നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും. അല്ലാതെ അടുത്തത് ആർക്കിട്ട് എന്തടിക്കാന്ന് എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാ ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോ എനിക്ക് അതാ കൗണ്ട്. അത് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം നോക്കിയത്. അപ്പൊ നിന്റെ കൂട്ടത്തിൽ ഒന്ന് വെറുതെ ഇരുന്ന് പറയുമ്പോ ആലോചിച്ച് നല്ലൊരു കൗണ്ടർ അടിക്കണം എന്നും ഒരു വിണ്ണാക്കും ആലോചിക്കുന്നില്ല. അവിടെ ഇപ്പൊ ഉണ്ടാക്കിയ ഒരു സാധനം ഇപ്പൊ ആലോചിച്ചിട്ട് നീ തന്നെ രാജാവ്. എടാ നമ്മൾ ഒറ്റ കെട്ട കേട്ടോ. കൈസയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഈ ഒരു വൈബ് ടീമിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല രസമുള്ള യാത്രയായിരുന്നു. ഒരു സഞ്ചാരിയുടെ ഡയറി വൈബ് ഇതേ വൈബ് തന്നെയായിരുന്നു. നല്ല രസം ഇവരായിട്ട് വർക്ക് ചെയ്യാനും. വിനയ് ചേട്ടനാണ് എന്നെ അപ്കേസിയിലോട്ട് വിളിക്കുന്നത്. അപ്പം ഫസ്റ്റ് ധ്യാൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പം ഇതില് ക്യാരക്ടറും പറഞ്ഞപ്പോഴത്തേക്കും ചെയ്യാം, എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ക്യാരക്ടർ എടുത്തത്. ഇപ്പൊ റൈറ്റിംഗിൽ ഒരു പടം ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു. അടുത്ത പ്രോജക്റ്റ് ഏതാണ്? ഡയറക്ഷൻ തന്നെയല്ലേ? ഏപ്രിൽ മെയ് വരെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഏത് ജോണറായിരിക്കും? ഏകദേശം ഒരു ത്രില്ലർ.